മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിടവുമേ. ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താരയുടെ കൂടെ നിഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമിന്റെ കൺകവർണ്ണ പുണ്യം നീയന്റെ മുത്താരം. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. പറ്റില്ല. എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. സോണി അതാരി സോണിയ വന്നാട്ടെ വന്നോട്ടെ. अरे सोनिया ദൈവമേ, ഇവനാ സോണിയ. കാല് മാറിപ്പോയി. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്. മാല വാങ്ങണം, കണ്ണെടുത്ത് വേണം, ആ കണ്ണെടുത്തിൽ 1000 വർണ്ണവില്ല് വേണം, വാരിലും കിനാവിലിഞ്ഞ മുത്തങ്ങൾ താ, Hey, मेरे साथ मजाक नहीं करना. എന്തുവാടാ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. इसका अंतर कोई लड़की लोग देखी है. मुझे लगता है आप जल्दी से इधर आए. നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ? അറിയോന്നോ? കുറച്ചു നാളെ ബോംബെയിലെ ചീഫ് ആയിരുന്നില്ലേ? എന്തിന്റെ ചീഫ്? ചീഫ് അല്ല, ചീഫ് കള്ളൻ. നീ എന്റെ വില കളല്ലേ? ചോടോ മുझे. പട്ടി നോക്കാൻ വന്നവൻ പട്ടി നോക്കിയാൽ മതി, കുട്ടി ഞാൻ നോക്കിക്കോളാം. മാറിക്കങ്ങട്. അവന്റെ ഒരു ഹിന്ദി. ഹീസ് മൈ സർവന്റ്. नौकर? नौकर उसका बाप का माम का पिताजी है. ചുമ്മാ എന്നെ എന്തിനെങ്ങനെ പൊക്കി പറയടേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. വടികട്ടാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനി. കാപ്പി 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 കാപ്പി. ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണോ ഈശ്വര ഞാൻ കടന്നത്? ആഹാ, ആള് മിടുക്കനായാലോ. ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ലോ. കണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. എനിക്ക് മനസ്സിലായില്ല. ഈ നുസുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കരണ്ട് ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ? ഉണ്ണി, എന്താ അവൻ ഇവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. സുന്ദര, നീ എന്താ കാണിക്കുന്നേ? സുന്ദര, നിനക്കെന്താ ഭ്രാന്ത്? അതാണ് എനിക്ക് ഭ്രാന്ത. എന്റെ ജീവിതം തകർത്ത എലിയെ വകവരുത്തിട്ട് വേറെ കാര്യമുള്ളൂ. പടക്കപ്പലാണോടാ, എലിപ്പെട്ടിയാണോടാ, സ്കെലിറ്റൻ ചിരിക്കുമ്പോഴേ ചിലമ്പുന്ന മൂന്തായം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം, ഈ പട്ടണ നടുവിൽ പടയോട്ടം. പാപികളായി പല പാരപരാക്രമ വീര്യമോടെ വരവായി. നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും. വെടിച്ചില്ലു പായുമ്പോൾ പറക്കുന്ന റോക്കറ്റു, തെരുക്കൂത്തുകാരെ പോറ്റും പടപ്പാണ്ടി സർക്കസ്. അട്ടപ്പടലും കളി അഭ്യാസം, ഇതിലിട്ടപടലെന്നതൊരാക്രാന്തം. വേദനയാൽ പല വേഷമണിഞ്ഞവരീശലോടെ വരവായി. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. അടിപൊളി.